വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ തനിയെ കിടന്ന് ഉറങ്ങിപ്പോവും. അപ്പോൾ വേദന വരുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കൂടെ അമ്മയും ഇല്ല, ഹോസ്റ്റലിൽ തനിയായിരിക്കുമ്പം നമ്മുടെ ചുറ്റിനും ആൾക്കാരില്ലാത്തപ്പം നമ്മുടെ കൂടെ കൈപിടിച്ച് നടത്തിയ ഒരു അമ്മയാണ് എനിക്ക് മാതാവ് പരിചയപ്പെടുത്തി തന്നത്. സത്യം പറഞ്ഞാൽ ഇത്ര വിശ്വാസമൊന്നുമില്ല ആളല്ലായിരുന്നു ഞാൻ. പക്ഷെ ഇവിടെ വന്നപ്പം നമ്മുടെ കൂടെ എപ്പോഴും ഒരാളുണ്ട്. അത് നമുക്ക് കണ്ടില്ലെങ്കിലും നമുക്കത് അനുഭവിക്കാൻ പറ്റും. എന്നും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നീ പേടിക്കേണ്ട, നീ കൂടെ ഞാനുണ്ടെന്നുള്ളൊരു രീതി നമുക്ക് നമ്മുടെ മനസ്സിൽ വരും. അങ്ങനെ പിന്നെ ഞാനിവിടെ ഇന്ന് ഞാൻ വന്ന് സാക്ഷ്യം പറയാൻ ഞാൻ ഓർത്തതല്ല എനിക്ക് പറ്റുമെന്ന്. ഇന്നലെ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയായിരുന്നു. ഒരു മന്ത്ലി റിവ്യൂ ഉണ്ട് എനിക്ക്. എല്ലാ മാസവും വന്ന് റിവ്യൂ പറയണം. അപ്പോൾ ഞാൻ എല്ലാ മാസവും വന്ന് ഇവിടുന്ന് അടുത്ത മാസത്തേക്കുള്ള മെഡിസിൻ പാക്ക് ചെയ്തുകൊണ്ട് പോകുമായിരുന്നു. അതായത് എൻ്റെ സ്ഥിതി. ഇന്നലെ ഞാനിവിടെ ഡോക്ടറിൻ്റെ അടുത്ത് വന്നു, ഡോക്ടറിനെ കാണിച്ചു. അപ്പോൾ എനിക്ക് ഒരു വേദന എന്ന് പറഞ്ഞ സാധനം എനിക്കിപ്പോൾ ഇല്ല. എൻ്റെ കാലിലേക്ക് ഭയങ്കരമായിട്ട് വേദനയാണ്, പോകുമായിരുന്നു. എനിക്ക് നടക്കാൻ പറ്റില്ല, നിവരാൻ പറ്റില്ല. അതെല്ലാം മാറി കിട്ടി എനിക്ക്. ഡോക്ടർ പറഞ്ഞു ഇനിയും കുട്ടി ഇങ്ങോട്ട് വരണ്ട, കുട്ടി ഇനിയും ട്രീറ്റ്മെൻറ്റ് എടുക്കണ്ട, ഇനിയും നടന്നാൽ മാത്രം മതി. അത് എനിക്ക് ഡോക്ടറിന് തന്നെ ഭയങ്കര അതിശയം. ഡോക്ടർ ഇതിനൊക്കെ ചിലവുണ്ട് കേട്ടോ എന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഇതായിരുന്നു എനിക്ക് പൂർണ്ണമായിട്ട് മാറി കിട്ടി. ഇപ്പം എനിക്ക് ഒരു പ്രശ്നമില്ല. എനിക്ക് വണ്ടി ഓടിക്കാം, എനിക്ക് എത്ര വെയിറ്റ് വേണേലും എടുക്കാം, എന്ത് കാര്യം ചെയ്താലും എനിക്കൊരു കുഴപ്പവും ഇല്ല. അത്രയും എനിക്ക് ഒരു സൗഖ്യം കിട്ടി. അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. അത് തന്നെ മാതാവിന് 1000 നന്ദി പറഞ്ഞു.